അർജുനായി തെരച്ചിൽ. അവരോട് പറയുന്നുണ്ട് ആ സ്ഥലത്ത് വണ്ടി ഉണ്ട്, ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾക്കിപ്പോൾ ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തു. മണ്ണെടുക്കുന്നുണ്ട്, അത് റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മണ്ണെടുക്കലാണ്. കൂടുതൽ മണ്ണിടിയുന്നാണ് പറയുന്നത്. കർണാടകയിലെ അങ്കോലയിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി തെരച്ചിൽ തുടരുകയാണ്. പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് നിർത്തിവെച്ച രക്ഷാപ്രവർത്തനം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പുനരാരംഭിച്ചത്. ലോറി പുഴയിലേക്ക് വീണിട്ടില്ല എന്ന GPS സിഗ്നലിൽ നിന്ന് മനസ്സിലായെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ 24നോട് പറഞ്ഞു. നാവികസേനയുടെ 8-അംഗ സംഘവും NDRFുമാണ് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. മെറ്റൽ ഡിറ്റക്ടറും തെരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട്. ലോറിയുടെ GPS ലൊക്കേഷൻ ലഭിച്ച സ്ഥലത്ത് മണ്ണ് കുഴിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. കൃത്യമായി GPS സിഗ്നൽ ലഭിച്ചെന്നും ലോറി പുഴയിൽ വീണിട്ടില്ലെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ 24നോട് പറഞ്ഞു. ഇവിടുന്ന് വടക്കോട്ട് നോർത്തിലേക്ക് പോകുമ്പോൾ ഇടതുവശമാണ് നദിയുള്ളത്. പക്ഷേ ഈ നദിയുടെ അപ്പുറത്തല്ല, ഇപ്പുറ സൈഡിലാണ് ഇപ്പോൾ ലൊക്കേഷൻ കാണിക്കുന്നത്. നദിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ ഈ മണ്ണിടിഞ്ഞ് വന്ന് ഇതിന്റെ പുറത്ത് വീണതായിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഇപ്പം ലൊക്കേഷൻ അയച്ചു കൊടുത്തു. കളക്ടർ, ജില്ലാ കളക്ടറോട് ഞാൻ ഇപ്പൊ സംസാരിച്ചു. മാഡം പറഞ്ഞത് ഇപ്പൊ തന്നെ അവിടെ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അവിടെ കുഴിച്ചു പരിശോധിക്കാൻ പോകുന്നു. അതുകൂടാതെ 20 മീറ്റർ താഴ്ചയുള്ള മെറ്റൽ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോറിയുടെ GPSും അർജുന്റെ ഫോൺ ലൊക്കേഷനും പുഴയ്ക്ക് സമീപമല്ലെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയത്. എന്നാൽ കനത്ത മഴയും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയും തെരച്ചിലിനെ ബാധിക്കുന്നുണ്ട്. തെരച്ചിലിനായി കൂടുതൽ വിദഗ്ധ സംഘത്തെ സ്ഥലത്ത് നിയോഗിച്ചുവെന്ന് ഉത്തരകന്നഡ ഡെപ്യൂട്ടി കമ്മീഷണർ ലക്ഷ്മിപ്രിയ 24നോട് പറഞ്ഞു. Metal detectors also we are trying. We still not got. We're still trying. We cannot put more teams because this land is unstable. The present team we will slowly work. കേരള സർക്കാരിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും സമ്മർദ്ദത്തെ തുടർന്നാണ് നേരത്തെ മന്ദഗതിയിലായിരുന്ന രക്ഷാപ്രവർത്തനം വീണ്ടും ഊർജ്ജസ്വലമായത്. 24 ബംഗളൂരു. അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. അപകടം നടന്നതിന് തലേ ദിവസമാണ് അർജുൻ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത്. അപകട സാധ്യത അങ്കോലയിലെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചെങ്കിലും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായില്ലെന്ന് കുടുംബം 24നോട് പറഞ്ഞു. കർണാടകയിലെ രാംനഗറിൽ നിന്ന് ലോഡുമായി അർജുൻ മലപ്പുറം എടവണ്ണയിലേക്ക് യാത്ര തിരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച. യാത്രക്കിടയിൽ ഭാര്യയുമായി സംസാരിച്ചിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിക്ക് സുഹൃത്ത് സമീറുമായും സംസാരിച്ചു. പിന്നീടാണ് അർജുനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാതായത്. പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്ന് ഭാര്യ കൃഷ്ണപ്രിയ 24നോട് പറഞ്ഞു. ചില സമയങ്ങളിൽ ഫോൺ റിംഗ് ചെയ്തിരുന്നു. ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തു, എന്നിട്ട് സ്വിച്ച് ഓഫ് ആയി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ റേഞ്ച് കിട്ടുമ്പോൾ അങ്ങനെ ഫോൺ ഓൺ ആവുന്നതായിരിക്കും. അതിൽ ട്രൈ ചെയ്യുന്നുണ്ടാവും ആള് ഞങ്ങളെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ. അർജുൻ യാത്ര ചെയ്യുന്ന വഴിയിൽ അപകടം നടന്നെന്ന വാർത്തയറിഞ്ഞാണ് സുഹൃത്ത് സമീർ ബന്ധുക്കളെ വിവരമറിയിച്ചത്. അന്ന് രാത്രി വെളുപ്പിനോട് സംസാരിച്ചതാണ്. ഞാൻ ഉറങ്ങാൻ പോവാന്നാണ് പറഞ്ഞത്. പിന്നെ ഇന്ന് നേരം വെളുത്തിട്ട് ഈ സംഭവം അറിയുമ്പോഴാണ് അവന് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഉറങ്ങുന്നു പറഞ്ഞതാണ്. പിന്നെ നേരം വെളുത്തിട്ട് ഈ ഫ്ലഡിന്റെ കാര്യം അറിയുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും ഇതിന്റെ കാര്യങ്ങൾ നോക്കുന്നതും. അതിനിടയിൽ മണ്ണിനടിയിൽ ലോറി കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്ന GPS ലൊക്കേഷൻ ലഭിച്ചു. ഇക്കാര്യം ഉൾപ്പെടെ അറിയിച്ചിട്ടും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. ഈ റൈറ്റ് സൈഡിലാണ് മണ്ണ് മുഴുവൻ കിടക്കുന്നത്. ഇവരിപ്പോഴും ലെഫ്റ്റ് സൈഡാണ് ക്ലിയർ ചെയ്യുന്നത്. ഇവിടെയാണ് വണ്ടി ഉള്ളതെന്ന് മെനയാന്ന് മുതൽ അവർ പറഞ്ഞിട്ടും ഇതുവരെ, പക്ഷെ ഇപ്പോഴും അവർ ലെഫ്റ്റ് സൈഡിലാണ് മണ്ണ് നീക്കുന്നത്. അർജുന്റെ ലോറിയുടെ എഞ്ചിൻ കഴിഞ്ഞ ദിവസം രാത്രി വരെ പ്രവർത്തിച്ചുവെന്നാണ് ഭാരത് ബെൻസ് അധികൃതർ കുടുംബത്തോട് പറഞ്ഞത്. അതിനാൽ അർജുൻ സുരക്ഷിതനായി ലോറിക്കകത്തുണ്ടാകുമെന്നും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. 24 കോഴിക്കോട്.